എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു മിനിറ്റ്. ഒരു ചിഹ്നം അറിയാത്തൊരു കുട്ടിക്ക് ഒരു ടീച്ചർ കയറി വന്നിട്ട് ചിഹ്നങ്ങൾ പറഞ്ഞു കൊടുക്കണം. റാൻഡം ആയിട്ട് ഈ 3 ചിഹ്നങ്ങൾ എഴുതി. ഈ ചിഹ്നം എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാല് ഒരു നാടൻ പാട്ട്. കുട്ടികളെ നിങ്ങൾക്ക് നാടൻ പാട്ട് ഇഷ്ടാണോ എന്നൊക്കെ ചോദിക്കണം. എന്നിട്ട് ആ ഏ ഓ ഓ, കൈതോല പായ വിരിച്ച് പായലൊരു പറവില്ലു വളർന്ന് കാതുകുത്താൻ എപ്പ വരും നമ്മവന്മാര് പൊന്നെ. ആ ഏ ഓ ആ ഏ ഓ. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയിട്ട് പാട്ട് പാടണം എന്നല്ല. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കണ്ടോ, ഇത് ഇങ്ങനെ ഒരു നാടൻ പാട്ടിലൂടെ പഠിച്ച കുട്ടി അത് പെട്ടെന്നൊന്നും മറന്നു പോകത്തില്ല, അല്ലേ? ഇങ്ങനെ ഒരു നാടൻ പാട്ടിലൂടെ വെറും 3 ചിഹ്നമേ അതിൽ നിന്ന് പഠിക്കുന്നുള്ളൂ. പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഷോർട്സ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്, വീഡിയോ യൂട്യൂബില്. ആ ഒരു സാറ് ബോർഡിൽ എഴുതിയിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇങ്ങനെയൊക്കെ ഇതൊരു ടീച്ചിങ് ടെക്നിക് ആണ്, അല്ലെ? എങ്ങനെ പഠിപ്പിക്കാം, എങ്ങനെ ക്ലാസ്സിൽ ചിഹ്നങ്ങൾ പഠിപ്പിക്കാം എന്നുള്ള ടീച്ചിങ് ടെക്നിക് ആണ്. ആ ഒരു ക്ലാസ്സിൽ ഇരുന്ന ഒരു 40 കുട്ടികളിൽ ഒരു 35 അല്ലെങ്കിൽ 37 പേർക്കും ആ നാടൻപാട്ട് അത്രയും ഫെമിലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റേത് ചിഹ്നം തെറ്റിപ്പോയാലും ഈ 3 ചിഹ്നങ്ങൾ ക്ലിയർ ആയിരിക്കും, അല്ലേ? ഈ 3 ചിഹ്നങ്ങൾ ക്ലിയർ ആയിരിക്കും. കാരണം അവരത് അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അത് അന്ന് അവർ പഠിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലേ? ഇതുപോലെ ഒരുപാട് ടെക്നിക്സ് നമുക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പാട്ടുകള്, കഥകള്, പസിൽസുകള്, അല്ലേ? അത്